പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഡാമിലെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത്. റൂൾ കർവ് പ്രകാരം ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഡാം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും 10 മണിയോടുകൂടി ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് ആദ്യം അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിലും 10:15 ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതാണ്. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നു. ഈ ഷട്ടറുകൾ ഉയർത്തുന്ന വിവരമറിഞ്ഞ് ധാരാളം സഞ്ചാരികളാണ് മലമ്പുഴയിലേക്ക് ഒഴുകിയെത്തിയത്. അവരെല്ലാം ഇപ്പോഴും ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ജൂണിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടി മഴയാണ് ഇത്തവണ മലമ്പുഴയിൽ ലഭിച്ചതെന്നാണ് ഡാം അധികൃതർ നൽകുന്ന വിവരം. 346 മില്ലിമീറ്റർ മഴ ഇത്തവണ ലഭിച്ചു എന്നുള്ളതാണ് അധികൃതരുടെ കണക്ക് എന്ന് പറയുന്നത്. ഏതായാലും 2018 ശേഷം തുടർച്ചയായി ഡാം തുറക്കുന്നു. ഇത്തവണ ജൂണിൽ തന്നെ ഡാം തുറക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. ഇതിന് മുമ്പ് 2016 ജൂണിൽ ഡാം തുറന്നെന്നുള്ളതാണ് ഡാം അധികൃതർ നൽകുന്ന വിവരം. ഏതായാലും ആ ഡാം തുറക്കുന്ന വിവരം അറിഞ്ഞ് നിരവധി ആളുകൾ ഇപ്പോൾ ഈ മലമ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അവരെല്ലാം ചിത്രങ്ങൾ പകർത്തുന്നതിന്റെ തിരക്കിലൊക്കെയാണ് അല്ലേ? എവിടുന്ന വരുന്നത്? ഇറിഗേഷൻ സ്റ്റാഫുകളുണ്ട്, അതുപോലെ തന്നെ നിരവധി ആളുകൾ. ചേച്ചി എവിടുന്ന വരുന്നത്? ഡാം തുറക്കുന്ന വിവരം വരാൻ പറ്റിയില്ല. കണ്ടപ്പോ എന്ത് തോന്നി? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഓരോ ആൾക്കാരുടെയും പ്രതികരണം പറയുന്നത്. എവിടുന്നാ? സൗദിയിലുണ്ടായിരുന്നാണ് അറിയാം, ലീവിന് വന്നാണ്. ഇതൊക്കെ അടുത്തുള്ളവരാണ്, മേഴ്സി കോളേജ് ഒലവക്കോടൊക്കെ ഭാഗത്തുള്ള ആളുകളാണ്. പക്ഷെ അവരെല്ലാം ഡാം തുറക്കുന്ന ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണ് പറയുന്നത്. എവിടുന്നേട്ടാ വരുന്നത്? എവിടുന്ന? ഞങ്ങൾ ഇവിടെ തന്നെ എത്രയാ സ്ഥിരമായി വരാറുണ്ടോ ഡാം? സ്ഥിരമായി വരാറുണ്ട്, എപ്പോഴും വരാറുണ്ട്. ആണ് പല ഭാഗത്തും ആൾക്കാർ ഇപ്പോൾ ഈ ഡാം തുറക്കുന്ന വിവരം അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ മലമ്പുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. അധികം അടുത്തേക്ക് ആർക്കും തന്നെ പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. മോളെ എവിടുന്നാ? വീട് എവിടെയാ? കണ്ണൂരോ? മലമ്പുഴ തുറക്കുന്നത് കാണാൻ വേണ്ടി വന്നാണോ? കണ്ടോ? ചേച്ചി കണ്ണൂരിൽ വരുന്നത്? കണ്ണൂർ ആലക്കോട്. ആദ്യമായിട്ടാണോ മലമ്പുഴ ഡാം തുറക്കുന്നത്? പാലക്കാടിൽ ആദ്യമായിട്ടാ. പാലക്കാടിന് ആദ്യമായിട്ടാണ്. എൻ്റെ ഫ്രണ്ടാണ് ഗോകുല്. അപ്പൊ അവന്റെ വീട്ടിലോട്ട് അങ്ങനെ വന്നത്. അപ്പം ഞങ്ങക്ക് ഉണ്ടായിരുന്നു ഒരു അനുഭവം. സൂപ്പർ. ഏതായാലും ഡാമിൻ്റെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. ഡാം അധികൃതർ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കൽപ്പാത്തിപ്പുഴയുടെയും അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കനത്ത ജാഗ്രത പാലിക്കണം. പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് മലമ്പുഴ പഞ്ചായത്തിലെ 6, 8, 10, 12 വാർഡുകളിൽ താമസിക്കുന്ന ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് ഡാം അധികൃതരും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ള വിവരം. അതിനോടൊപ്പം തന്നെ കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണം. ഏതായാലും മലമ്പുഴ ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഡാമിൻ്റെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നത്. മലമ്പുഴ ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് 115 മീറ്ററാണ്. നിലവിൽ 111 മീറ്റർ ജലനിരപ്പ് ഉണ്ട്. പക്ഷേ റൂൾ കർവ് പ്രകാരം ഈ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് ഡാം അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ ഡാം തുറക്കുന്ന വിവരം അറിഞ്ഞ് ഡാം തുറക്കുന്നത് കാണാൻ വേണ്ടി ഈ മേഖലയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഴ അധികമായി ഇത്തവണ ജൂണിൽ തന്നെ ലഭിച്ചു, മലമ്പുഴ മേഖലയിൽ ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡാം തുറക്കേണ്ടി വന്നത്. എവിടുന്നാ? ഞങ്ങൾ പൊന്നാനി. ഡാം തുറക്കുന്ന വിവരം അറിഞ്ഞു വന്നാണ്? അതെ. കണ്ടോ? കണ്ടു. ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അതെ. കണ്ടു. ഓരോ ആളുകൾ പൊന്നാനിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പാലക്കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എല്ലാം ഈ ഡാം തുറക്കുന്ന വിവരം അറിഞ്ഞ് പല ആളുകളും എത്തിയിട്ടുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇവിടെ എത്തുന്നവർക്കെല്ലാം പകരം ജാഗ്രത പാലിക്കേണ്ടത് കൽപ്പാത്തിപ്പുഴയുടെയും അതുപോലെ തന്നെ ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. അവർക്കെല്ലാം കഴിഞ്ഞ 3 ദിവസമായി ജില്ലാ ഭരണകൂടം കൃത്യമായി തന്നെ ഇത്തരത്തിൽ ഈ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും മലമ്പുഴ പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയും തീരങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണം. അത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശവും ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. 10 മണിയോടുകൂടി തുറക്കേണ്ട ഡാം. ഏതായാലും 10:15 ഡാമിൻ്റെ 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുന്നു. ആദ്യം 3ാമത്തെ ഷട്ടർ, പിന്നീട് 2ാമത്തെ, പിന്നീട് 1ാമത്തെ, പിന്നീട് 4ാമത്തെ, അങ്ങനെ ഓരോ സമയത്തായി ഓരോ ഘട്ടത്തിലായി 4 ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പല ആളുകളും ഈ ഡാമിൻ്റെ ഷട്ടർ പരിസരത്തേക്ക് വരെ എത്തി ചിത്രങ്ങൾ പകർത്തുന്നുണ്ട്. അത് അപകടകരമാണ്. ആരും തന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ ചിത്രങ്ങൾ പകർത്താനൊന്നും ശ്രമിക്കരുത് എന്നുള്ളത് ഡാം അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു നിരോധിത മേഖലയാണ്. പക്ഷേ ഇന്ന് ഡാം തുറക്കുന്ന ഒരു ദിവസമായതുകൊണ്ട് മാത്രമാണ് ചിത്രങ്ങൾ പകർത്താൻ ആളുകൾക്ക് ഇവിടേക്ക് ഒരു പ്രവേശനം നൽകിയിരിക്കുന്നത്. ഏതായാലും ഇനി ആരും തന്നെ ഇങ്ങോട്ടേക്ക് ചിത്രങ്ങൾ പകർത്താൻ കയറരുത് എന്ന രീതിയിലുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഏതായാലും ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിരിക്കുന്നു. മലമ്പുഴ ഡാമിൻ്റെ 4 ഷട്ടറുകളും 5 സെൻറ്റിമീറ്റർ വീതം ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഡാം അധികൃതർ അറിയിച്ചിട്ടുള്ളത്.
വീഡിയോ ജേർണലിസ്റ്റ് വിനു സിക്കഫം, റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിംഗ്, റിപ്പോർട്ടർ പാലക്കാട്.